ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ഏവർക്കും കേട്ടറ്റ് വോയേജ് സീരീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് മാത്സിൻ്റെ കുറച്ച് പ്രീവിയസ് കിടിലൻ ചോദ്യങ്ങളാണ് പരിശോധിക്കുന്നത്. അപ്പം ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേട്ടറ്റിന് സകല മാർഗം, അതായത് ഇംഗ്ലീഷ്, കണക്ക്, നമ്മുടെ സൈക്കോളജി, ജോഗ്രഫി എന്ന് തുടങ്ങുന്ന സോഷ്യൽ സയൻസ് എന്ന് തുടങ്ങുന്ന എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായിട്ട് ഫുൾ മാർക്കും അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീരീസാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് നേരത്തെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പഴയ വീഡിയോ ക്ലാസ്സുകൾ കാണുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ വൈകിപ്പിക്കുന്നില്ല, നേരെ ചോദ്യങ്ങളിലോട്ട്. മക്കളെ, ആദ്യ ചോദ്യം ഇങ്ങനെയാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന പാറ്റേൺ പരിഗണിക്കൂ. 1 സ്ക്വയർ പ്ലസ് 4 × 2 ഈക്വൽ ടു 3 സ്ക്വയർ എന്നവർ പറയുന്നു. അതേപോലെ 2 സ്ക്വയർ പ്ലസ് 4 × 3 എന്നത് 4 സ്ക്വയർ എന്ന് പറയുന്നു. അതുപോലെ 3 സ്ക്വയർ പ്ലസ് 4 × 4 എന്നത് 5 സ്ക്വയർ എന്ന് പറയുന്നു. എങ്കിൽ ഇങ്ങനെ ഈ പാറ്റേൺ തുറന്നു പോയാൽ ഇത് ഏത് സ്ക്വയറിന് തുല്യമാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി, വലിയ ഒന്നുമില്ല. അപ്പം മക്കളെ, ഇത് ശരിയാണോ നോക്കിയേ. അതായത് 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെ, പ്ലസ് 4 × 2 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ 1 + 8 9. ആ 9 ആണ് 3ൻ്റെ സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത്. ശരിയാ. അങ്ങനെയെങ്കിൽ താഴോട്ട് നോക്കാൻ പോലും പോകണ്ട, എങ്കിലും ചുമ്മാ വേണേൽ നോക്കാം. 2ൻ്റെ സ്ക്വയർ എത്ര മക്കളെ? പറ. 4 പ്ലസ് 4 × 3 12. 12 4 കൂട്ടിയ 16 ആണ്. 16 4ൻ്റെ സ്ക്വയർ ആണ്. ഇനി നോക്കാൻ പോകണ്ട മക്കളെ, നമുക്ക് ചെയ്തങ്ങെടുക്കാം. ഇത് ചെയ്തങ്ങെടുക്കാം. പറ. 10ൻ്റെ സ്ക്വയർ 100 പ്ലസ് 4 × 11 44. 100 + 44 എന്ന് പറഞ്ഞാൽ 144. പറ, 144 ആരുടെ സ്ക്വയറാ? അതെ, 12ൻ്റെ സ്ക്വയറാ. എങ്കിൽ ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന സംഖ്യ 12ൻ്റെ സ്ക്വയർ ആണ്. 12ൻ്റെ സ്ക്വയർ ആണ് ഇവിടെ വരേണ്ട സംഖ്യ. എങ്കിൽ നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ എ, 12ൻ്റെ സ്ക്വയർ. മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം മക്കളെ, ദിശാബോധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ കിഴക്കോട്ട് 12 മീറ്ററും അവിടെ നിന്ന് നേരെ വടക്കോട്ട് 9 മീറ്ററും നടന്നു. യാത്ര തുടങ്ങിയിടത്തിൽ നിന്നും ഇപ്പോൾ എത്ര അകലത്തിലാണ് അയാൾ എന്നാണ് കണ്ടെത്തേണ്ടത്. ഒരാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ കിഴക്കോട്ട്, മക്കളെ അതിന് നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയാം, നമ്മളിങ്ങനെ ഡയറക്ഷനിലെ ഒരു ചോദ്യം കിട്ടുമ്പം എപ്പോഴും ഒരു ക്രോസ് അങ്ങ് വരയ്ക്കും, ഒരു കുരിശങ്ങ് വരയ്ക്കും. താഴെ തെക്കാണെന്നറിയാം, മുകളിൽ വടക്കെന്നറിയണം. നിർബന്ധമാണ്. താഴെ തെക്കാണ് മക്കളെ, മുകളിൽ വടക്കാണ്. താഴെ തെക്ക്, മുകളിൽ വടക്ക്, വലതുവശം കിഴക്ക്, ഓക്കെ, ഇടതുവശം പടിഞ്ഞാറ്, വെസ്റ്റ്. ഇനി നമുക്കറിയാം എപ്പോഴും യാത്ര തുടങ്ങുന്നത് ഈ നടുക്കുന്നുവാ. ശരിയാണോ? പറ. ഈ നടുക്കുന്നും അവിടെ നിന്നും ആദ്യം എങ്ങോട്ടാ പോയത്? നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ കിഴക്കോട്ട് മക്കളെ 12 മീറ്റർ പോയി. കിഴക്കോട്ട് 12 മീറ്റർ. അപ്പോൾ ആ ഒരു പോയിന്റ് ഞാൻ വരയ്ക്കുമോ? അവിടുന്ന് കിഴക്കോട്ട് മക്കളെ 12 മീറ്റർ. കിഴക്കോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, കണ്ടോ? ഇവിടുന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ നിന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് 12 മീറ്റർ. ഓക്കെ, 12 മീറ്റർ പോയി. ശേഷം അവിടുന്ന് എങ്ങോട്ടാ മക്കളെ? അവിടെ നിന്നും വടക്കോട്ട് 9 മീറ്റർ നടന്നു. ഇവിടെ 12 മീറ്റർ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വടക്കോട്ട്, നമുക്കറിയാം ഇവിടുന്ന് ഇനി വടക്കോട്ട്, ഇവിടുത്തെ ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ വടക്കോട്ട് മുകളിലോട്ടാ, കണ്ടോ? അപ്പോൾ വടക്കോട്ട് മക്കളെ ഒരു 9 മീറ്റർ നടന്നു. 9 മീറ്റർ. എങ്കിൽ യാത്ര ആരംഭിച്ച ഈ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ സ്ഥലത്തോട്ടുള്ള ദൂരം എത്ര എന്നാണ് കണ്ടെത്തേണ്ടത്. സിമ്പിൾ അല്ലേ? ഒരു മട്ടത്രികോണം വന്നില്ലേ? മട്ടത്രികോണത്തിൻ്റെ കർണമല്ലേ കണ്ടുപിടിക്കേണ്ടത്? ആണ്. ഒരു മട്ടത്രികോണത്തിൻ്റെ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. മക്കളെ ഒന്നുമില്ല, ഹൈപ്പോട്ടന്യൂസ് കാണാൻ നമുക്കറിയാം റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ അതായത് പാറത്തിൻ്റെ വർഗം പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അഥവാ ലംബത്തിൻ്റെ വർഗം. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പാദവർഗം അധികം ലംബവർഗം. റൂട്ട് ഓഫ് പാദവർഗം അധികം ലംബവർഗം. അപ്പോൾ പറ മക്കളെ, ബേസ് എന്ന് പറഞ്ഞാൽ 12. 12ൻ്റെ സ്ക്വയർ അധികം ആൾട്ടിറ്റ്യൂഡ് 9. 9ൻ്റെ സ്ക്വയർ. ശരി, നമുക്കറിയാം റൂട്ട് ഓഫ് 12ൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ 144 പ്ലസ് 9ൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ 81.
144 81 കൂട്ടിയാൽ മക്കളെ 225 അല്ലേ? 225 എന്ന് പറഞ്ഞാൽ 15 അല്ലേ? റൂട്ട് 225 എന്ന് പറഞ്ഞാൽ മക്കളെ 15. എങ്കിൽ അയാൾ യാത്ര പുറപ്പെട്ടതാ ഇവിടെ നിന്നും ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തോട്ടുള്ള കുറഞ്ഞ ദൂരം മക്കളെ 15 മീറ്റർ ആണ്. 15 മീറ്റർ ആണ് നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? ക്ലിയർ ആണോ? 15 മീറ്റർ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി 15 ആണ് നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലോട്ട്. മക്കളെ വളരെ സിമ്പിളായ ഒരു സമവാക്യം ലഘൂകരിച്ച് ഉത്തരം പറയുക എന്നതാണ് നമ്മുടെ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 4x + 3 = 2x + 11 ആയാൽ എക്സ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എടാ നിസ്സാരമായ ചോദ്യം എന്നാ പ്രീവിയസ് ആണ്, അതുകൊണ്ട് തന്നെ പവർഫുൾ ചോദ്യമാണ്. നോക്കിയ മക്കളെ 4x + 3 4x + 3 = 2x + 11 ആയാൽ എക്സിൻ്റെ വില എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എക്സിനെ 2നെ ഒരു സൈഡിൽ കൊണ്ടുവരണം, സംഖ്യകളെ 2നെയും അടുത്ത സൈഡിൽ കൊണ്ടുപോകണം. മക്കളെ എക്സിനെ 2നെ ഒരു സൈഡിൽ, സംഖ്യകളെ 2നെ അടുത്ത സൈഡിൽ. അങ്ങനെ എഴുതുമ്പോൾ 4x മക്കളെ ഇവിടെ തന്നെ എഴുതി. ഇവിടെ +2x ആണ്, കാര്യം 2xൻ്റെ സൈൻ പ്ലസ് ആണ്, അത് ഇടത് സൈഡിലാണ് എഴുതുന്നത്. അപ്പോൾ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അത് പ്ലസ് ആണ്, കാര്യം ഇവിടെ +2x ആണ്. അപ്പോൾ +2x ഇപ്പുറത്ത് വരുമ്പോൾ മക്കളെ -2x = 11 അവിടെ തന്നെ എഴുതി. ഈ +3 മക്കളെ ഇപ്പുറത്ത് വരുമ്പം -3 ആയിട്ട് മാറും. 4x നിന്ന് 2x പോയാൽ നമുക്കറിയാം 2x = 11 നിന്ന് 3 പോയാൽ മക്കളെ 8 അല്ലേ? 8 എന്ന് വരും. എടാ 2xൻ്റെ വില 8 എങ്കിൽ എക്സിൻ്റെ വില 8/2 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 4 ആണ് ശരി ഉത്തരം. എക്സിൻ്റെ വില 4. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. പ്രീവിയസ് ആണ് മക്കളെ, പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം നോക്ക്. 5ഉം 2-1 എത്ര 4-1 സിമ്പിളാണ്. 5ഉം 2-1 എന്ന സംഖ്യയിൽ എത്ര 4-1 അതായത് മക്കളെ ചോദ്യം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. 10-ൽ 5ഉം 2-1 എന്ന് പറയുന്നതിന് പകരം 10ൽ എത്ര 4-1 എന്ന് പറയുന്നതിന് പകരം 2കളുണ്ട്. എടാ 10ൽ എത്ര 2കളുണ്ട്? 10ൽ എത്ര 2 ഉണ്ടെന്നറിയാൻ നമ്മൾ എന്തോ ചെയ്യുന്നത്? എടാ 10നകത്ത് എത്ര 2 ഉണ്ടെന്നറിയാൻ 5 2കളുണ്ട്. 5 2കൾ. കാര്യം 2 + 2 + 2 + 2 + 2 അല്ലേ 10. അപ്പോൾ എത്ര 2 ഉണ്ട് മക്കളെ? എത്ര 2 ഉണ്ട് മക്കളെ? 5 2 ഉണ്ട്. 5 2. അപ്പോൾ ഈ 5 2 എന്ന് കിട്ടാൻ എന്തോ മാർഗം? 10നകത്ത് എത്ര 2 ഉണ്ടെന്നറിയാൻ 10നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി, 5 എന്ന് കിട്ടും. ശരിയാണോ? എടാ 16നകത്ത് എത്ര 4കൾ ഉണ്ടെന്നറിയാൻ നമുക്കറിയാം 4 + 4 = 16. അപ്പോൾ എത്ര 4കൾ ഉണ്ട്? 4 4 8, 8 4 12, 12 4 16, 4 4കളുണ്ട്. അപ്പോൾ 16നകത്ത് എത്ര 4കൾ ഉണ്ടെന്നറിയാൻ എന്ത് ചെയ്താൽ മതി? 16നെ എത്ര 4 ഉണ്ടെന്നറിയാൻ 4 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായി? 4 4കളുണ്ട്. ക്ലിയർ ആണോ? എടാ 18നകത്ത് എത്ര 3കൾ ഉണ്ടെന്നറിയാൻ നമുക്കറിയാം 3 + 3 + 3 + 3 + 3 ഇതാണ് 18. നോക്കാം. 3 3 6, 6 3 9, 9 3 12, 12 3 15, 15 3 18. അപ്പോൾ എത്ര 3 ഉണ്ടെന്നറിയാൻ ഇങ്ങനെ നോക്കണോ? 18നെ എത്ര 3 ഉണ്ടെന്നറിയാൻ 3 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. 6 3 ഉണ്ട്. 6 3. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യം നിങ്ങളൊന്ന് നോക്കിയ മക്കളെ എന്തുവാടാ? എടാ 5ഉം 2-1 എത്ര 4-1 എടാ 5ഉം 2-1 എത്ര 4-1 ഉണ്ടെന്നറിയാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. 5ഉം 2-1 പറ 4-1 കൊണ്ട് ഹരിച്ചാൽ മതി. ശരിയാണോ? ശരി. അങ്ങനെ ഹരിക്കുമ്പം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, ഇവിടുത്തെ ഒരു മിശ്രഭിന്നം വന്നിരിക്കുക. ഈ മിശ്രഭിന്നത്തിനെ വിഷമഭിന്നമാക്കിയിട്ടേ ഹരിക്കാൻ പാടുള്ളൂ. എടാ ഈ മിശ്രഭിന്നത്തിനെ ആദ്യം വിഷമഭിന്നമാക്കിയിട്ടേ ഹരിക്കാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെ വിഷമഭിന്നമാക്കും മക്കളെ? ഈ താഴത്തെ 2നെ താഴെ തന്നെ എഴുതും. താഴെ തന്നെ 2. ശേഷം ഇങ്ങനെ ഗുണിക്കും. 5 × 2 10. 10നോട് 1 കൂട്ടി 11. 11/2 എന്ന് വരും. അപ്പോൾ ഇവനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി 11/2. ക്ലിയർ ആണോ? ഇനി അതിനെ എത്ര ഉണ്ടാ? 4-1 കൊണ്ട് ഹരിക്കണം. ഇനി നമുക്കറിയാം എടാ താഴെ ഒരു ഭിന്നസംഖ്യ ഹരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ 2 ഭിന്നസംഖ്യകൾ പരസ്പരം ഹരിക്കുന്നതിന് പകരം രണ്ടാമത്തവനെ അല്ലെങ്കിൽ താഴത്തവനെ തിരിച്ചെഴുതി ഗുണിച്ചാൽ മതി.
അതായത് 11/2 അങ്ങനെ തന്നെ എഴുതും, ഇവനെ അങ്ങനെ തന്നെ എഴുതും. ഈ രണ്ടാമത്തവനെ തിരിച്ചെഴുതി ഗുണിക്കും. അപ്പം 1/4 മക്കളെ തിരിയുമ്പം 4/1 ആകും. ഓക്കെ, 2-നകത്ത് 2 ഒരു തവണ, 4-നകത്ത് 2 തവണ. ഇനി വെട്ടാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. 11 × 2 22. ദാ മുകളിൽ 22 ഉണ്ട്, താഴെ 1 ഉണ്ട്. 22/1 എന്ന് പറഞ്ഞാൽ മക്കളെ 22 തന്നെ. എങ്കിൽ പറ 5ഉം 2-ൽ 1-ൽ ദാ 22 4-ൽ 1കളുണ്ട്. 22 നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? എളുപ്പമല്ലേ? ദാ നോക്കിയ മക്കളെ, എടാ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ തുക 81 എങ്കിൽ അവയുടെ വർഗങ്ങളുടെ വ്യത്യാസം എത്രയായിരിക്കും? നല്ല ചോദ്യമാണ്. എടാ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളാണ് മക്കളെ, തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ തുക 81. അവയുടെ വർഗങ്ങളുടെ വ്യത്യാസം എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകൾ എന്നല്ലേ പറയുന്നത്? നമുക്കറിയാം എണ്ണൽ സംഖ്യ 1, 2, 3, 4, 5 എന്നിങ്ങനെ പോകുന്നത്. അപ്പോൾ എണ്ണൽ സംഖ്യയെ ഡിനോട്ട് ചെയ്യണം. നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? നമ്മൾ ഒന്നാമത്തെ എണ്ണൽ സംഖ്യയെ എക്സ് എന്ന് വിളിക്കുക. അതായത് എവിടെയോ കിടക്കുന്നത്, എവിടെയോ കിടക്കുന്ന എണ്ണൽ സംഖ്യകളാണ്. ഒരെണ്ണത്തിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുമോ? എങ്കിൽ മക്കളെ അടുത്ത എണ്ണൽ സംഖ്യ നിങ്ങൾ പറ. തൊട്ടടുത്ത എണ്ണൽ സംഖ്യയിലോട്ട് പോകാനുള്ള ദൂരം 1 അതുകൊണ്ട് തൊട്ടടുത്ത എണ്ണൽ സംഖ്യ എക്സ് പ്ലസ് 1. വ്യക്തമാണോ? എടാ ഒന്നാമത്തെ എണ്ണൽ സംഖ്യ 1 എക്സ്, രണ്ടാമത്തെ എണ്ണൽ സംഖ്യ എക്സ് പ്ലസ് 1. ഓക്കെ, ഇനി അവർ പറയുന്നത് എന്താ? ഈ 2 എണ്ണൽ സംഖ്യകളുടെ തുക, അതായത് ദാ ഈ 2 എണ്ണൽ സംഖ്യകളുടെ തുക 81 പറയുന്നു. അപ്പം മക്കളെ നമുക്ക് മനസ്സിലായി ഈ 2 എണ്ണൽ സംഖ്യകൾ, ദാ സംഖ്യ എടുത്തേ, ഇതാണ് 2 സംഖ്യകൾ, നമ്പേഴ്സ്. ഇവരുടെ തുക 81 എന്ന് പറയുമ്പം നമ്മൾ എഴുതും എക്സ് അധികം എക്സ് പ്ലസ് 1. അതായത് ഒന്നാമത്തെ എണ്ണൽ സംഖ്യയായ എക്സും രണ്ടാമത്തെ എണ്ണൽ സംഖ്യയായ എക്സ് പ്ലസ് 1 കൂടെ കൂട്ടിയാൽ മക്കളെ എത്ര? 81. നമുക്ക് നോക്കാം. ദാ എക്സും എക്സും കൂടെ കൂട്ടിയ 2x. 2x അധികം 1 എന്ന് പറഞ്ഞാൽ മക്കളെ 81. 2x മാത്രം വില എന്ന് പറഞ്ഞാൽ മക്കളെ 81 മൈനസ് 1. 2x വില സുഹൃത്തുക്കളെ 80. എടാ 2x വില 80 എങ്കിൽ 1x വില 80/2 എന്ന് പറഞ്ഞാൽ 40 എന്ന് കിട്ടും. 40 ശരിയാണോ? 40 എന്ന് കിട്ടും. ശരിയാണോ? എങ്കിൽ നമുക്ക് വേണ്ടത് എന്തുവാ? ദാ അപ്പം എക്സ് കിട്ടി 40. എന്തോ മക്കളെ എക്സ്? എടാ ഒന്നാമത്തെ എണ്ണൽ സംഖ്യയാണ് 40. ഒന്നാമത്തെ എണ്ണൽ സംഖ്യയാണ് 40. ശരിയല്ലയോ? അടുത്ത രണ്ടാമത്തെ എണ്ണൽ സംഖ്യയാണ് ഏതായിരിക്കും? 40 + 1 41. അപ്പം സംഖ്യകളെ കിട്ടി മക്കളെ 40ഉം 41. സംഖ്യകളെ കിട്ടിയടാ 40ഉം 41. വ്യക്തമാണോ? നമുക്ക് വേണ്ടത് സംഖ്യകളല്ല, അവയുടെ വർഗങ്ങളുടെ വ്യത്യാസം. അവയുടെ വർഗങ്ങളുടെ വ്യത്യാസം. അവയുടെ വർഗങ്ങളുടെ വ്യത്യാസം. അപ്പം മക്കളെ സംഖ്യകൾ 40 41. അവയുടെ വർഗങ്ങൾ എടുക്കണം. അതിന് വലുത് 41 അല്ലയോ? അപ്പം 41ന്റെ സ്ക്വയർ മൈനസ് 40ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ? ആ 2 സംഖ്യകളുടെ വർഗങ്ങൾ സ്ക്വയർ എടുത്ത് അതിൻ്റെ വ്യത്യാസം. ഇനി കുറച്ച് പേര് 41ന്റെ സ്ക്വയർ കാണാൻ 41 × 41 ചെയ്യും, 40ന്റെ സ്ക്വയർ കാണാൻ 40 × 40 ചെയ്യും. അത് കുറയ്ക്കും. വേണ്ട. എടാ ഇത് ഏത് രൂപത്തിലാണെന്ന് പറയാമോ? ഇത് ഏത് രൂപത്തിലാണ്? a² - b². പറ മക്കളെ, a² - b². എടാ പറയടാ, a² - b². പറ, a² - b² എന്ന രൂപത്തിലാണ്. ഇവനെ എങ്ങനെ മാറ്റി എഴുതും? a + b × a - b. അപ്പോൾ പറ a + b എന്ന് പറഞ്ഞാൽ 41 + 40. ഇതാണ് a + b ഇൻറ്റു a - b. 41 - 40 അല്ലേ? അപ്പോൾ a + b. അപ്പം ഇത് കിടക്കുന്ന a² - b² എന്നാണ് മക്കളെ. ഈ കിടക്കുന്ന a² - b² എന്നാണ്. അവനെ നമ്മൾ എങ്ങനെ എഴുതി? a + b ഇൻറ്റു a - b. ഇത് ചെയ്താൽ മതി. 40ഉം 41 കൂട്ടിയ മക്കളെ 81 ഇൻറ്റു 41 - 40. 41 - 40 എങ്കിൽ മക്കളെ 41 - 40 എന്ന് പറഞ്ഞാൽ 1. 81 × 1 81 തന്നെ. അതായത് അവരുടെ വർഗങ്ങളുടെ വ്യത്യാസവും മക്കളെ 81 തന്നെ. അവരുടെ വർഗങ്ങളുടെ വ്യത്യാസവും മക്കളെ 81 തന്നെ. മനസ്സിലായോ? എളുപ്പമല്ലേ? ക്ലിയർ ആണോ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഒരു നല്ല ചോദ്യമാണ് മക്കളെ, നല്ല ചോദ്യം. ഓക്കെ, ഒരു നല്ല ചോദ്യത്തിലോട്ട് കിടക്കുന്നു. ദാ 50 പശുക്കളെ 9 കുറ്റികളിലായി കെട്ടണം. കണ്ടോ? എടാ 50 പശുക്കളുണ്ട്, അതിനെ 9 കുറ്റികളിൽ ഒരു ഗ്രൗണ്ടിൽ കെട്ടാൻ പോവുക. ഓരോ കുറ്റിയിലും കെട്ടേണ്ട പശുക്കളുടെ എണ്ണം ഒറ്റ സംഖ്യയാകണം.
ഒറ്റ സംഖ്യയാകണം. ഓരോ കുറ്റിയിലും കെട്ടേണ്ടത് ഒറ്റ സംഖ്യ വീതമാണ്. എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൽ 3 എണ്ണം കെട്ടാം, അടുത്തതിനകത്ത് വേണം 5 എണ്ണം കെട്ടാം, അടുത്തതിനകത്ത് വേണം 7 എണ്ണം കെട്ടാം, അടുത്തതിനകത്ത് വീണ്ടും 7 എണ്ണം കെട്ടാം. അങ്ങനെ ഇതെങ്ങനെ സാധ്യമാകും എന്ന ചോദ്യത്തിന് ഇതൊരിക്കലും സാധ്യമാകില്ല എന്ന് പറയുവാൻ തക്കവണ്ണം കുറ്റിയിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഗണിത ചിന്ത എന്തായിരിക്കണം? നല്ല ചോദ്യമാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. 50 പശുക്കളെ 9 കുറ്റികളിലായി കെട്ടണം. ഓരോ കുറ്റിയിലും കെട്ടേണ്ട പശുക്കളുടെ എണ്ണം ഒറ്റ സംഖ്യയുമാകണം. ഇത് എങ്ങനെ സാധ്യമാകും? ഇതാണ് ചോദ്യം. കണ്ടോ മക്കളെ, ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ചോദ്യം. കണ്ടോ, ഇവിടം വരെയാണ് ചോദ്യം. ഓക്കെ, എന്ന ചോദ്യത്തിന് ഇതൊരിക്കലും സാധ്യമാകില്ല എന്ന് പറയണം. നമ്മൾ ഇതൊരിക്കലും സാധ്യമാകില്ല എന്ന് പറയണം. അങ്ങനെ പറയാൻ തക്കവണ്ണം കുറ്റിയിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഗണിത ചിന്ത എന്തായിരിക്കണം? മക്കളെ, ഒന്നുകൂടെ ഞാൻ പറയാം. 50 പശുക്കളെ എന്ത് ചെയ്യണം? 9 കുറ്റികളിൽ കെട്ടണം. 9 കുറ്റികളിൽ. ഈ 9 കുറ്റികളിലും വരേണ്ട എന്താ? ഒറ്റ സംഖ്യ എണ്ണങ്ങളായിരിക്കണം. എന്ന് പറഞ്ഞാൽ 3 പശുക്കൾ, 5 പശുക്കൾ, 7 പശുക്കൾ, 9 പശുക്കൾ, വീണ്ടും വേണേ 5 പശുക്കൾ, 7 പശുക്കൾ, അങ്ങനെ കെട്ടാം. ഒറ്റ സംഖ്യ. ഇതെങ്ങനെ സാധ്യമാകുന്ന ഒരാൾ ചോദിച്ചു. 50 പശു ഉണ്ട്, ഇതിനകത്തിലെ 9 കുറ്റികളിൽ കെട്ടണം, ഇതിനകത്ത് ഒറ്റ സംഖ്യ വീതം കെട്ടുകയും വേണം. ഇതെങ്ങനെ സാധ്യമാകും? അപ്പം മറ്റൊരുത്തം പറഞ്ഞ്, ഇത് ഒരിക്കലും സാധ്യമാകില്ല, ഇത് സാധ്യമാകത്തില്ല മക്കളെ, സാധ്യമാകത്തില്ല. എന്നാൽ ഇത് സാധ്യമാകത്തില്ല എന്ന് പറയാൻ നമ്മൾ തക്കവണ്ണം ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന വിവരങ്ങൾ ഏതുണ്ടെങ്കിൽ പറ്റും. അപ്പം അടിസ്ഥാന ഗണിത ചിന്ത, എൻ്റെ ഗണിത ചിന്ത എന്തായിരിക്കും? അപ്പം 4 ഗണിത ചിന്തകൾ തന്നിട്ടുണ്ട് മക്കളെ. ഏതൊക്കെയാണ്? 9 ഒറ്റ സംഖ്യകളുടെ തുക 50-ൽ കുറവായിരിക്കും. 9 ഒറ്റ സംഖ്യകളുടെ തുക 50-ൽ കുറവായിരിക്കും. അത് ശരിയാണോ മക്കളെ? നമുക്ക് വേണ്ടത് 50 പശുക്കളെ 9 കുറ്റിയിൽ കെട്ടണം എന്ന് പറയുന്നു. അപ്പം എന്തായാലും ഈ 9 കുറ്റികളിലെയും കൂടെ തുക എന്ത് വരണം? 50 വരണ്ടേ? ഈ 9 കുറ്റികളിലെയും കൂടി തുക, കാര്യം നമ്മുടെ കയ്യിൽ 50 പശുക്കളേ ഉള്ളൂ. അപ്പം ഈ 9 കുറ്റികളിലും കെട്ടുന്ന ആകെ എണ്ണം എന്തായിരിക്കണം? 50 എണ്ണം. എന്നാൽ അവർ പറയുന്നത് ഇപ്പൊ ഒന്നാമത്തെ എന്തുവാ? 9 ഒറ്റ സംഖ്യകളുടെ തുക 50-ൽ കുറവായിരിക്കുമെന്ന്. കുറവായിരിക്കുമോ? അല്ല, 50 ആയിരിക്കണം. ഈ 9 ഒറ്റ സംഖ്യകളുടെ തുക എന്തായിരിക്കണം? 50 ആയിരിക്കണം. അപ്പം ഇത് പറ്റുമോ? ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിനെ ആൻസർ അവിടെ ആവാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് നമ്മൾ 9 കുറ്റിയിലായിട്ടാണ് 50 പശുക്കളെ കെട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ 9 കുറ്റികളുടെയും കൂടെ തുകയിൽ വരുന്നത് എന്തായിരിക്കണം? 50 പശുക്കളുടെ എണ്ണമായിരിക്കണം. പക്ഷേ ഇവിടെ പറയുന്നു 9 ഒറ്റ സംഖ്യകളുടെ തുക 50-ൽ കുറവായിരിക്കുമെന്ന്. അതെങ്ങനെ സാധ്യമാവും? 50 പശുക്കൾ വരണ്ട, എങ്ങനെയാലും വരണം. അപ്പോൾ ഇതെന്തായാലും അങ്ങനൊരു ചിന്തയിലോട്ട് പോകത്തില്ല. ഇനി 9 ഒറ്റ സംഖ്യകളുടെ തുക 50-ൽ കൂടുതലായിരിക്കുമെന്ന്. പറ്റത്തില്ല. കാര്യം നമ്മളെ ആകപ്പാട് 50 പശുവേ ഉള്ളടാ. നമ്മളെ ആകപ്പാട് 50 പശുവേ ഉള്ളൂ. അപ്പോൾ ഈ 9 ഒറ്റ സംഖ്യകളുടെ തുക 50-ൽ കൂടുതലായിരിക്കും. ഓക്കെ എന്ന് പറയാൻ പറ്റത്തില്ല. ശരിയാണോ? അടുത്ത, ഒറ്റ സംഖ്യകളുടെ തുക എല്ലായ്പ്പോഴും ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും. അല്ല, ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കുമോ? അല്ല മക്കളെ, ഇരട്ട സംഖ്യ വരും. 9ഉം 5ഉം കൂടെ കൂട്ടിയേ, 9 5ഉം 14, ഇരട്ട സംഖ്യ. അപ്പോൾ അതും പറയുന്നത് തെറ്റാ അല്ലേ? അടുത്തത്, 9 ഒറ്റ സംഖ്യകളുടെ തുക ഒരിക്കലും ഇരട്ട സംഖ്യയാകില്ല. 9 ഒറ്റ സംഖ്യകളുടെ തുക പറഞ്ഞു കേട്ടെ. 9 ഒറ്റ സംഖ്യകളുടെ തുക ഒരിക്കലും ഇരട്ട സംഖ്യ ആവത്തില്ല. അതാണ് ശരി. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച മക്കളെ, 2 ഒറ്റ സംഖ്യ കൂട്ടിയാൽ, അതായത് 3ഉം 5ഉം കൂടെ കൂട്ടിയാൽ എത്ര? 8 വരും. 2 ഒറ്റ സംഖ്യ കൂട്ടിയാൽ ഇരട്ട സംഖ്യ കിട്ടും. വീണ്ടും അതിനോട് ഒരൊറ്റ സംഖ്യയുടെ കൂട്ടുക, 7. അപ്പം 8 7 15, അതെന്തായി പോകും? ഒറ്റ സംഖ്യയായി പോകും. എന്ന് പറഞ്ഞാൽ മക്കളെ, 2 ഒറ്റ സംഖ്യ കൂട്ടിയാൽ ഇരട്ട സംഖ്യ കിട്ടും. 4 ഒറ്റ സംഖ്യ കൂട്ടിയാൽ അതിൻ്റെ തുക ഇരട്ട സംഖ്യ ആയിരിക്കും. 6 ഒറ്റ സംഖ്യ കൂട്ടിയാൽ അതിൻ്റെ തുക ഇരട്ട സംഖ്യ ആയിരിക്കും. 8 ഒറ്റ സംഖ്യ കൂട്ടിയാൽ അതിൻ്റെ തുക ഇരട്ട സംഖ്യ ആയിരിക്കും. എന്നാൽ ഒറ്റ എണ്ണങ്ങൾ കൂട്ടിയാൽ ഒരിക്കലും ഇരട്ട സംഖ്യ കിട്ടത്തില്ല. അതായത് ഒരൊറ്റ സംഖ്യയുടെ തുക ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും. 3 ഒറ്റ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യ വരും. 5 ഒറ്റ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യ വരും. 7 ഒറ്റ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യയെ വരത്തുള്ളൂ. 9 ഒറ്റ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യയെ വരത്തുള്ളൂ. എങ്കിൽ അവർ പറയുന്നത് എന്തുവാ? 9 ഒറ്റ സംഖ്യകളുടെ തുക ഒരിക്കലും ഇരട്ട സംഖ്യ ആവത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ 9 ഒറ്റ സംഖ്യയുടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും 50 കിട്ടത്തില്ലല്ലോ. 50 കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു പ്രസ്താവന വെച്ചുകൊണ്ട് പറയാം എന്താ? ഒരിക്കലും 50 പശുക്കളെ 9 കുറ്റികളായിട്ട് കെട്ടാൻ പറ്റത്തില്ല. ഈ 9ൻ്റെയും കൂടെ തുക
9 ഒറ്റ സംഖ്യയെല്ലാം കൂടെ തുക ഒരിക്കലും 50 വരില്ല, അഥവാ ഇരട്ട സംഖ്യ വരില്ല. അപ്പോൾ ഈ ഒരു പ്രസ്താവന വെച്ചുകൊണ്ട് പറയാം, എടാ 50 പശുക്കളെ 9 കുറ്റികളായിട്ട് കെട്ടാൻ പറ്റില്ല. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ വീണ്ടും പറയുന്നു, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കൂടുതൽ വീഡിയോ ക്ലാസ്സുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ OAG വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ പറയുന്നു. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.